നമുക്ക് ബുദ്ധി ഉണ്ടാവണമെന്നില്ല. ബുദ്ധി ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാലും മതി. അതിനൊരു വഴിയുണ്ട്. മറ്റുള്ളവർ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഉദാഹരണത്തിന്, എനിക്ക് ഈ തോട് കിടക്കണമെന്ന് വിചാരിക്ക്. ഞാൻ പാലത്തിലൂടെ പോകുമെന്നല്ലേ താൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ ഇങ്ങനെ തോട്ടിൽ ചാടി നീന്തും. താൻ അത് പ്രതീക്ഷിച്ചോ? ഇല്ലല്ലോ. ഇനി ഞാൻ മാവിന്റെ കൊമ്പ് നന്നായി കുലുക്കുന്നു, മാങ്ങ വീഴുന്നു. അപ്പോൾ താൻ വിചാരിക്കും ഞാൻ മാങ്ങ എടുത്ത് തിന്നുമെന്ന്. പക്ഷെ ഞാൻ മാങ്ങായെ ഒരു പുച്ഛത്തോടെ ഇങ്ങനെ നോക്കും. എന്നിട്ട് വെറുതെ അങ്ങ് തിരിച്ചു നടക്കും. താൻ അത് പ്രതീക്ഷിച്ചോ? ഇല്ലല്ലോ. അതുപോലെ വലിയൊരു പാമ്പിനെ കണ്ടാൽ നമ്മൾ പേടിച്ചോടരുത്, പൊട്ടിച്ചിരിക്കണം. പാമ്പ് അത് പ്രതീക്ഷിക്കുമോ? ഇല്ലല്ലോ. ദേഷ്യമുള്ളവരെ കണ്ടാൽ നമ്മൾ സ്നേഹത്തോടെ പെരുമാറണം. അവരത് പ്രതീക്ഷിക്കുമോ? ഇല്ല. ചുരുക്കത്തിൽ മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നതൊന്നും നമ്മൾ ചെയ്യരുത്. മണ്ടന്മാർ ഇതൊക്കെ കണ്ട് വിശ്വസിച്ചോളും. നമ്മളെ അവര് ബഹുമാനിക്കും. എന്നെ പോലെ ശരിക്കും ബുദ്ധിയുള്ളവർക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ താൻ വേണേ പരീക്ഷിച്ചു നോക്ക്. സൂത്ര, ഞാൻ പരീക്ഷിച്ചു നോക്കി. ഹിഹി. എന്നിട്ട് വഴിക്ക് കടിയൻ ചേട്ടനെ കണ്ടു. ഞാൻ തൊഴുത് ബഹുമാനിക്കുമെന്നല്ലേ മൂപ്പര് പ്രതീക്ഷിച്ചത്. എന്താ കാര്യമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചിട്ട് ഇവിടെ വാടാ എന്ന് പറഞ്ഞു. അങ്ങേരെ അത് പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് ബുദ്ധിമാനാവാനുള്ള വിദ്യയാണെന്ന് ഞാൻ പറഞ്ഞു. താൻ പറഞ്ഞു തന്നാണെന്നും പറഞ്ഞു. പക്ഷെ മൂപ്പര് നമ്മൾ വിചാരിച്ചതുപോലെ അല്ല സൂത്ര. ബുദ്ധിയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്തതാ മൂപ്പരും ചെയ്തത്. ഇവിടെ വാടാന്ന് ഞാൻ പറഞ്ഞെങ്കിലും അങ്ങേരെ എന്റെ പിന്നാലെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അയ്യോ കടിയൻ ചേട്ടൻ, എന്നെ ചീത്ത വിളിക്കാൻ ഈ മണ്ടനെ പറഞ്ഞയച്ചത് നീയാണല്ലേ? എന്റെ കാട്ടുമുത്തപ്പ, ഇതും ഞാൻ പ്രതീക്ഷിച്ചില്ല സൂത്ര.